എല്ലാ പ്രേക്ഷകർക്കും ഔട്ട് ഓഫ് ഫോക്കസിലേക്ക് സ്വാഗതം. PV അൻവർ MLA ഒരു തീപ്പന്തമായോ എന്നാണ് ഇന്ന് ഔട്ട് ഓഫ് ഫോക്കസിൽ നമ്മൾ ആദ്യം സംസാരിക്കുന്നത്. ഇന്നലെയായിരുന്നു PV അൻവറിന്റെ ആദ്യ രാഷ്ട്രീയ വിശദീകരണ യോഗം. മുഖ്യമന്ത്രിക്കെതിരെയും ADGP MR അജിത് കുമാറിനെതിരെയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കെതിരെയുമൊക്കെ മാധ്യമങ്ങൾക്ക് മുൻപാകെ വെളിപ്പെടുത്തലുകൾ നടത്തിയതിന് പിന്നാലെയാണ് ആദ്യ രാഷ്ട്രീയ വിശദീകരണ യോഗം ഇന്നലെ നിലമ്പൂർ ചന്തക്കുന്നിൽ നടന്നത്. ഏതാണ്ട് 6:30യോടുകൂടി പരിപാടി തുടങ്ങുമെന്ന് അറിയിച്ചു. പക്ഷേ 4 മണിക്ക് മുൻപേ തന്നെ ആളുകൾ അവിടെ എത്തിത്തുടങ്ങിയിരുന്നു. ഒടുവിൽ അൻവർ വേദിയിലേക്ക് എത്തുമ്പോൾ ഒരു വലിയ ജനക്കൂട്ടമാണ് അവിടെ അൻവറിനെ കാത്തിരുന്നത്. ജനക്കൂട്ടം എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, പ്രതീക്ഷിച്ചതിലും അപ്പുറം ആളുകൾ അവിടെ എത്തിച്ചേർന്നിരുന്നു. അപ്പോൾ ആയിരങ്ങളെ സാക്ഷി നിർത്തിയാണ് PV അൻവർ MLA ഇന്നലെ തന്റെ രാഷ്ട്രീയ നിലപാടുകളും കൂടുതൽ വെളിപ്പെടുത്തലും ഒക്കെ നടത്തിയത്. പുതിയ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപനമൊന്നും നടത്തിയില്ല എങ്കിലും ഇപ്പോൾ തുടങ്ങിവെച്ച യുദ്ധത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നുകൂടി പറഞ്ഞാണ് അൻവർ ആ വേദി വിട്ടത്. അജിം സർ, ഇന്നലെ കണ്ട ആ ഒരു ജനക്കൂട്ടം അത് CPMനുള്ള മറുപടിയാണോ? ഇന്നലെ കണ്ട ജനക്കൂട്ടം ആരാണ് എന്നതിനെ കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. അങ്ങനെ കൃത്യമായിട്ട് സർവേ ഒന്നും നടത്തിയിട്ടില്ലല്ലോ. ചിലരുടെയൊക്കെ ഇരുന്ന് മാധ്യമങ്ങൾ മയക്കു വെച്ചു നിങ്ങൾ ആരാണെന്ന് ചോദിച്ചാൽ മുസ്ലിം ലീഗുകാരാണ്, ലീഗിന് വോട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, CPMന് വോട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അങ്ങനെ പല ടൈപ്പ് ആൾക്കാരാണ്. നമ്മൾ ജനക്കൂട്ടം എന്ന് പറഞ്ഞാൽ അവരെല്ലാം രാഷ്ട്രീയ പ്രവർത്തകരാവണമെന്നൊന്നുമില്ലല്ലോ. ഇലക്ഷൻ അവർ വോട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അൻവർ പറഞ്ഞാൽ കുറച്ചൊക്കെ ശരിയുണ്ട് എന്ന് തോന്നുന്ന ആളുകളൊക്കെ കൂടെ വന്നിട്ടുണ്ടാവും. അൻവർ എന്ത് പറയുന്നു എന്ന് കേൾക്കാൻ വേണ്ടി അൻവറിനെ പിന്തുണയ്ക്കാത്ത ആൾക്കാർ ആ കൂട്ടത്തിലുണ്ടാവും. അപ്പോൾ ആ കൂടി ജനം മൊത്തം അൻവറിനുള്ള വോട്ടാണെന്നൊക്കെ ധരിക്കുന്നത് ശരിയല്ല. ചിലപ്പോൾ അതിൽ കൂടുതൽ വോട്ട് അൻവറിന് ലഭിച്ചിട്ടുണ്ടാകാം. പക്ഷെ അതൊക്കെ ഇനി അൻവറിൻ്റെ പിന്തുണയാണ് നമ്മൾ വ്യാഖ്യാനിക്കുന്നത് ശരിയല്ല. പക്ഷേ ഞാൻ ആലോചിച്ചത് അൻവർ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു വളരെ വളരെ ഗൗരവമുള്ള ചില ആരോപണങ്ങളും പരാതികളും പ്രസ്താവനകളും ഉണ്ട്. ആ പ്രസ്താവനകളൊക്കെ കഴിഞ്ഞ് അതിനോട് CPMും മുഖ്യമന്ത്രിയും LDFും ഒക്കെ പ്രതികരിച്ചതിന് ശേഷം അദ്ദേഹം LDF വിട്ടു എന്ന് പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള അൻവർ എന്താണെന്നാണ് ആലോചിക്കേണ്ടത്. അങ്ങനെ നോക്കുമ്പോൾ ഒന്ന് അദ്ദേഹം അങ്ങനെ തീരുമാനിച്ചാൽ ഞാൻ LDFുമായിട്ടുള്ള ബന്ധം അദ്ദേഹം വിച്ഛേദിക്കാനിടയായ സാഹചര്യം മുഖ്യമന്ത്രി അദ്ദേഹത്തെ തള്ളിപ്പറയും, അത് തുടർന്ന് CPM അദ്ദേഹത്തെ തള്ളിപ്പറയും ചെയ്തുകൊണ്ടാണ് അദ്ദേഹം അതിൽ നിന്ന് വിട്ടുപോകുന്നത്. ആ ഒരു സ്ട്രാറ്റജി എത്രമാത്രം ഫലപ്രദമാകുമെന്നാണ് ആലോചിക്കുന്നത്. അതിൻ്റെ 2 വശമുണ്ട്. ഒന്ന്, അൻവർ എന്ന് പറയുന്നത് തന്നെ CPMൻ്റെ ഒരു പരീക്ഷണമായിരുന്നു. അൻവറിനെ പോലെ ഒരുപാട് പരീക്ഷണങ്ങൾ CPM മലപ്പുറം ജില്ലയിൽ തന്നെ നടത്തിയിട്ടുണ്ട്, സ്വതന്ത്ര പരീക്ഷണങ്ങൾ. അപ്പോൾ ആ സ്വതന്ത്ര പരീക്ഷണങ്ങൾ പലയിടത്തും വിജയിച്ചിട്ടുണ്ട്. ഇപ്പോൾ മന്ത്രി V അബ്ദുറഹ്മാൻ ആകട്ടെ, KT ജലീലാകട്ടെ, അൻവർ ആകട്ടെ, അങ്ങനെ വിജയിച്ച കുറേ പരീക്ഷണങ്ങളുണ്ട്. ചിലയിടത്ത് അത് വിജയിച്ചിട്ടുമില്ല. അപ്പോൾ ആ വിജയിച്ച പരീക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ CPMനെ സംബന്ധിച്ച് വലിയ നേട്ടം മലപ്പുറം ജില്ലയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ലീഗിൻ്റെ ഒരു പൊന്നാപുരം കോട്ടയായ മലപ്പുറത്ത് കുറേ സീറ്റുകളെങ്കിലും പിടിച്ചെടുക്കാൻ, പ്രത്യേകിച്ച് നിലമ്പൂർ പോലൊരു സീറ്റ് പിടിച്ചെടുക്കാൻ കഴിയുന്ന ചെറിയ കാര്യമല്ല. അപ്പോൾ അൻവർ ഒരു പാർട്ടിക്കാരനല്ലാതിരിക്കെ, പാർട്ടി മെമ്പർ അല്ലാതിരിക്കെ CPM എന്ന പാർട്ടിയും സവിശേഷമായി സർക്കാരും LDF സർക്കാരും നേരിടുന്ന ചില പ്രശ്നങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയാണ്. അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം യഥാർത്ഥത്തിൽ എന്തായിരുന്നു? അതായത് CPM നയിക്കുന്ന ഒരു സർക്കാർ RSSുമായി കൈകോർക്കുന്നു, അല്ലെങ്കിൽ CPM ഭരിക്കുന്ന ഒരു വകുപ്പിൽ RSSൻ്റെ സ്വാധീനം വളരെയധികമാണ്. അതിൽ നിന്ന് പാർട്ടിയെയും സർക്കാരിനെയും രക്ഷിക്കുക എന്നുള്ളതായിരുന്നു യഥാർത്ഥത്തിൽ അൻവറിൻ്റെ ലക്ഷ്യം. അങ്ങനെ നോക്കുകയാണെങ്കിൽ ആ ലക്ഷ്യമായിരുന്നു എന്നിപ്പോൾ നമുക്ക് സംശയിക്കേണ്ടി വരും. കാരണം അദ്ദേഹം മുഖ്യമന്ത്രി തള്ളിപ്പറഞ്ഞതോടെ അദ്ദേഹം ഖിന്നനായി. ഞാൻ വിശ്വാസമർപ്പിച്ച പിതൃതുല്യനായ മുഖ്യമന്ത്രിയോട് പറഞ്ഞപ്പോൾ എനിക്ക് അദ്ദേഹം തള്ളി പറഞ്ഞതോടെ ഞാൻ ഖിന്നനായി, ഞാൻ വിടൂ എന്ന് പറയുന്നു. അതൊരു ഇമോഷണൽ തീരുമാനമാണ്, രാഷ്ട്രീയ തീരുമാനമല്ല. ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി വൈസ് നോക്കുകയാണെങ്കിൽ അത് ഒട്ടും ബുദ്ധിപരമായൊരു നീക്കമേ അല്ല. അതിൻ്റെ കാരണം ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഞാൻ ഫസ്റ്റ് പറഞ്ഞൊരു ഡയലോഗുണ്ട്, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അൻവർ കരിങ്കല്ലിൽ കടിച്ച് പല്ല് കളയുകയാണ്. അതിൻ്റെ പേരിൽ എന്നെ ഒരുപാട് കളിയാക്കിയിരുന്നു. എന്താ അങ്ങനെ പറയുന്നത്, അൻവർ ആ നീക്കത്തിൽ വിജയിക്കില്ലെന്ന്. കാരണം ഒരു യുദ്ധത്തിൽ ഏറ്റവും പ്രധാനം നമ്മൾ ആർക്കെതിരെ യുദ്ധം ചെയ്യുന്നു എന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ നമ്മൾ യുദ്ധം ചെയ്യുന്ന ശത്രുവിനെ തിരിച്ചറിയുക എന്നുള്ളതാണ്. PV അൻവർ വിചാരിച്ചിരുന്നോ ഇത് P ശശിയും MR അജിത് കുമാറും ചേർന്നൊരു സിൻഡിക്കേറ്റാണ് ഇതിന് പിന്നിൽ, ഇതേക്കുറിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയന് ഒരു അറിവുമില്ല, അല്ലെങ്കിൽ ഈ 2 പേർ മുഖ്യമന്ത്രി പിണറായി വിജയനെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് എന്ന് ആത്മാർത്ഥമായി വിശ്വസിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം ചെയ്യേണ്ടതെന്നാണ് മുഖ്യമന്ത്രി ഇത് കൺവിൻസ് ചെയ്യിപ്പിക്കുക എന്നുള്ളത്. അദ്ദേഹം പറഞ്ഞില്ല 35 മിനിറ്റ് സംസാരിച്ചു എന്ന് പറഞ്ഞു. 35 മിനിറ്റ് കൊണ്ട് ചിലപ്പോൾ സംസാരിച്ചാൽ അദ്ദേഹത്തിന് മനസ്സിലാവണമെന്നില്ല. കാരണം പിണറായി വിജയൻ അറിയാതെ P ശശിയും MR അജിത് കുമാറും ഇതൊക്കെ ചെയ്യുകയാണ്, അദ്ദേഹത്തെ ഇവർ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റും. ഒരു പക്ഷേ വിശ്വസിച്ച ആളുകൾക്ക് ഒരു ഭരണാധികാരിയെ, ഒരു ഗുഡ് അഡ്മിനിസ്ട്രേറ്റർ എന്ന പേരെടുത്ത പലരും വിശേഷിപ്പിക്കുന്നുണ്ടല്ലോ അദ്ദേഹം ഗുഡ് അഡ്മിനിസ്ട്രേറ്റർ ആണെന്ന്. അങ്ങനെ ഒരാളെ തെറ്റിദ്ധരിപ്പിക്കാനേ പറ്റും. എന്ന് മാത്രമല്ല, പിണറായി വിജയൻ്റെ ഒരു സ്വഭാവം അനുസരിച്ച് അദ്ദേഹത്തിന് ചേർന്ന് നിൽക്കുന്ന ഉദ്യോഗസ്ഥരെയും മറ്റും അദ്ദേഹം ഭയങ്കരമായിട്ട് വിശ്വസിക്കുകയും ചെയ്യും. അങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചതാണെങ്കിൽ അൻവർ എന്താ ചെയ്യേണ്ടത്? പിണറായി വിജയൻ അത് കൺവിൻസ് ചെയ്യണം. അങ്ങനെയല്ല കാര്യങ്ങൾ. ഇനി അദ്ദേഹത്തിന് അത് കഴിയില്ല, അൻവറിന് അത് കഴിയില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ പാർട്ടി വഴി മുഖ്യമന്ത്രിയെ തിരുത്താൻ ശ്രമിക്കണം. അങ്ങനെയാണല്ലോ ചെയ്യേണ്ടത്. ഇത് രണ്ടും നടന്നില്ല. അതിനർത്ഥം എന്താണ്?
മുഖ്യമന്ത്രി തള്ളി പറഞ്ഞതോടുകൂടി അദ്ദേഹം ഇതിട്ടിട്ട് പോകുക എന്ന് പറഞ്ഞാൽ അദ്ദേഹം അതായത് അൻവർ പോയി 35 മിനിറ്റ് സംസാരിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ മുഖ്യമന്ത്രിക്ക് മനസ്സിലാവുമെന്ന് അദ്ദേഹം ധരിച്ചിരുന്നു അൻവർ. എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് അൻവർ ഒരു മിഷൻ ഏറ്റെടുക്കുന്നു, അതിന് പിന്നിൽ ആളുണ്ടാകാം, പാർട്ടിയിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന് പിന്തുണ ഉണ്ടായിരുന്നിരിക്കാം. ഇത്രയും ധൈര്യപൂർവ്വം മുമ്പോട്ട് വരാൻ അദ്ദേഹത്തിന് പിന്തുണ ചിലപ്പോൾ പാർട്ടിയിൽ നിന്ന് ചിലർ ഉണ്ടായിരിക്കാം. പക്ഷെ ആ പിന്തുണ ഉണ്ടായിരുന്നവരൊക്കെ ഇപ്പോൾ എവിടെയെന്നൊരു ക്വസ്റ്റനുണ്ട്. അതായത് പാർട്ടി തള്ളി പറഞ്ഞു, മുഖ്യമന്ത്രി തള്ളി പറഞ്ഞതോടുകൂടി ആ പിന്തുണയുള്ളവരൊക്കെ അവർ മാളത്തിൽ ഒളിച്ചിട്ടുണ്ടാവും. അവരിപ്പോൾ പ്രത്യക്ഷത്തില്ല, അവരൊക്കെ ഇപ്പോഴും പാർട്ടിക്കൊപ്പമാണ്, പാർട്ടിയാണ് പ്രധാനം എന്നുകൊണ്ട് അൻവറിനെ തള്ളി പറയുകയാണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ സെനാരിയോ, ആ സെനാരിയോയ്ക്കാണ് ഏറ്റവും പ്രധാനം. പ്രത്യേകിച്ചും ഇന്ന് മുഖ്യമന്ത്രിയുടേതായി പുറത്തു വന്നൊരു ഇൻ്റർവ്യൂവിൻ്റെ പശ്ചാത്തലത്തിൽ ഹിന്ദു പത്രത്തിന് അദ്ദേഹം കൊടുത്ത ഇൻ്റർവ്യൂവിൽ പറയുന്നത് കരിപ്പൂർ എയർപോർട്ട് വഴി സ്വർണ്ണക്കടത്ത് നടക്കുന്നുണ്ട്. 123 കിലോ സ്വർണം പിടിച്ചിട്ടുണ്ട്. ഇത്തരം സ്വർണം കടത്തിക്കൊണ്ടുവരുന്നത് സംസ്ഥാന വിരുദ്ധ പ്രവർത്തനങ്ങൾക്കും രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കുമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇത് തന്നെയാണ് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞത്. അൻവർ ആർക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത് എന്നാൽ ഇതിൽ ദുസ്സൂചനയോടെ സംസാരിച്ചും ഇതേ കാര്യം തന്നെയാണ്. അതായത് ഈ കരിപ്പൂർ എയർപോർട്ട് വഴി കടത്തിക്കൊണ്ടുവരുന്ന സ്വർണം മുഴുവൻ രാജ്യദ്രോഹ പ്രവർത്തനത്തിനും സംസ്ഥാന വിരുദ്ധ പ്രവർത്തനത്തിനുമാണ് ഉപയോഗിക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. അൻവറിനെ അതിലേക്ക് കണക്ട് ചെയ്തുകൊണ്ടാണ് അന്ന് സംസാരിച്ചത്. അപ്പോൾ എം.ആർ. അജിത് കുമാറോ പി ശശി എഴുതി കൊടുക്കുന്നത് വായിക്കുന്ന ഒരാൾ മാത്രമാണോ പിണറായി വിജയൻ? കാരണം ഹിന്ദുവിന് കൊടുക്കുന്നൊരു ഇൻ്റർവ്യൂവിൽ ഈ എഴുതി കൊടുക്കുന്നത് വായിക്കുന്ന ഒരാളായിരിക്കില്ലല്ലോ. അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ പറയുമായിരിക്കുമല്ലോ ചെയ്യുക. ഒരു വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പേപ്പർ നോക്കി വായിക്കുകയായിരിക്കും. അത് ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓഫീസ് കൊടുക്കുന്ന നോട്ടൊക്കെ അദ്ദേഹം വായിക്കുന്നതായിരിക്കും. ഞാൻ മനസ്സിലാക്കുന്നത് പിണറായി വിജയൻ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളിൽ പൂർണ്ണമായി അദ്ദേഹത്തിന് ബോധ്യമുണ്ട് എന്താണ് നടക്കുന്നതെന്ന്. എന്ന് മാത്രമല്ല, അദ്ദേഹം എഴുതി കൊടുക്കുന്നു വായിക്കുന്ന ഒരാളല്ല. അദ്ദേഹത്തിന് പ്രായം 10-78 അദ്ദേഹം ആരെങ്കിലും എഴുതി കൊടുക്കുന്നു വായിക്കില്ല. അദ്ദേഹത്തിന് കൃത്യമായ പൊളിറ്റിക്കൽ കൺവിക്ഷൻ ഉണ്ട്. എന്താണ് ചെയ്യേണ്ടതെന്ന് മുഖ്യമന്ത്രിക്ക് കൃത്യമായി അറിയാമെന്നാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അൻവർ തുടങ്ങി വച്ച ഒരു പോരാട്ടം, ആ പോരാട്ടത്തിന് സമൂഹത്തിലെ വ്യത്യസ്ത തലങ്ങളിൽ നിന്ന് ആളുകൾ അതിൽ പിന്തുണയ്ക്കുന്നുണ്ട്. അത് ശരി തന്നെ. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ചിലപ്പോൾ ഇത് ഡബിൾ എഡ്ജഡ് സോഡ് എന്ന് പറയുന്നത് പോലെ ഇരട്ടത്തല മൂർച്ചയുള്ള വാളായി തന്നെ പരിണമിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ കാരണം CPM-നെ സംബന്ധിച്ച് ഇപ്പോൾ ആ പാർട്ടിക്ക് സർക്കാരിന് ഒരു എഡ്ജ് കൂടുതലാണ് അൻവർ എന്ന ഒരു എതിരാളി വന്നതോടുകൂടി. അതെങ്ങനെയാണെന്ന് ഞാൻ വിശദീകരിക്കാം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പാർട്ടിക്കേറ്റ തിരിച്ചടി അനാവശ്യമായ മുസ്ലിം പ്രീണനം വഴിയാണ് എന്ന ചർച്ച പാർട്ടിക്കുള്ളിലുണ്ട്. അത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ പാർട്ടിയെ പിന്തുണയ്ക്കുന്ന ആളുകൾ അത് പരസ്യമായി പറഞ്ഞ് നമ്മൾ കേട്ടതാണ്. പാർട്ടി ചർച്ച ചെയ്യുന്നത് എന്താണ്? അനാവശ്യമായി അവർ മുസ്ലിം കോസ് എന്നുപയോഗിക്കുന്നത് ഈ പറയുന്ന പൗരത്വ പ്രക്ഷോഭങ്ങളെയും അതുപോലെ ഫലസ്തീൻ സപ്പോർട്ടിനെയുമാണ്. ഫലസ്തീൻ സപ്പോർട്ടും പൗരത്വ പ്രക്ഷോഭവും അവർ നടത്തിയിരുന്നു. അപ്പോൾ ആ കോസിനെ സപ്പോർട്ട് ചെയ്തതോടുകൂടി വലിയൊരു വിഭാഗം ഉദ്ദേശിക്കുന്ന എതിർ വിഭാഗം പാർട്ടിയിൽ നിന്ന് അകന്നുപോയി, ആ വോട്ട് ചോർന്നുപോയി എന്നാണ് പാർട്ടി വരുന്നത്. തെറ്റാവാം ശരിയാവാം. അതിനെ മറികടക്കാൻ പാർട്ടി തീരുമാനിക്കുന്നത് എന്താണ്? അങ്ങനെ ഒരു കോസ് ഞങ്ങൾക്ക് ഇപ്പോഴില്ല. അങ്ങനെ കോസ് ഇല്ല. ഇപ്പം നാളെ മുതൽ ഞങ്ങൾ ഫലസ്തീനെ എതിർക്കുന്നവരാണ് എന്ന് പറയാൻ അവർക്ക് കഴിയില്ല. CPM-ന് ഒരിക്കലും കഴിയില്ല. നാളെ മുതൽ പൗരത്വ പ്രക്ഷോഭത്തെ ഞങ്ങൾ അനുകൂലിക്കുന്നു എന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ എന്ത് ചെയ്യണം? ആരാണോ ഈ രണ്ട് കോസിൻ്റെയും ബെനിഫിഷ്യറി, കേരളത്തിലെ ബെനിഫിഷ്യറീസ്, അവരെ തള്ളിപ്പറയുക. അപ്പോൾ ഒരു കമ്മ്യൂണിറ്റിയെ ഒന്നാകെ തള്ളിപ്പറയാൻ കഴിയില്ല പാർട്ടിയെ സംബന്ധിച്ച്. അവർ മൊത്തം പ്രശ്നക്കാരാണ് എന്ന് പറയില്ല. അപ്പോൾ അതിലെ ഏറ്റവും വിപ്പിംഗ് ബോയ് എന്ന് പറഞ്ഞാൽ ക്ലാസ്സിൽ കുട്ടികൾ ബഹളം ഉണ്ടായിക്കഴിഞ്ഞാൽ ക്ലാസ് ടീച്ചർ ഒരാളെ തല്ല, എല്ലാവരെയും പിടിച്ച് തല്ലുകയല്ല ചെയ്യുക, അതിലേറ്റവും അലമ്പരം പിടിച്ച് തല്ലും. ആ പയ്യനായിരിക്കും ആ ക്ലാസ്സിൽ എപ്പോഴും തല്ലുകൊള്ളി പയ്യൻ എന്നാണ് പറയുക. അപ്പോൾ ഈ പയ്യനെ തല്ലുന്നത് എന്തിനാണ്? മറ്റുള്ളവരെ അടക്കിയിരുത്താൻ വേണ്ടിയാണ്. അപ്പോൾ ഒരു വിപ്പിംഗ് ബോയെ കണ്ടെത്തുക. ഇനി മുതൽ അൻവർ CPM-ൻ്റെ വിപ്പിംഗ് ബോയായി മാറുകയാണ്. ഇനി അൻവറിനെതിരെയുള്ള ആക്രമണം, അൻവറിനെ അടിക്കുമ്പോൾ അടി കൊള്ളുന്നത് മറ്റു പലർക്കും ആയിരിക്കും എന്ന് CPM-ന് നന്നായിട്ട് അറിയാം. അതിനെ കൊണ്ടില്ലെങ്കിൽ പോലും അത് മറ്റുള്ളവർ കാണുമ്പോൾ അത് മറ്റുള്ളവരെ കൂടി തല്ലുന്നതാണ് എന്ന് ബോധ്യപ്പെടുകയും അത് CPM-ന് പിന്തുണയായിട്ട് വരികയും ചെയ്യും. ഇതിന് രണ്ട് തലമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അൻവറിൻ്റെ ഏറ്റവും വലിയൊരു സ്ട്രാറ്റജിക് പരാജയം എന്ന് പറയുന്നത് അദ്ദേഹം ആർക്കെതിരെയാണ് യുദ്ധം നയിക്കുന്നതെന്ന് കൃത്യമായി മനസ്സിലാക്കിയില്ല. ശത്രു ആരാണ്, യഥാർത്ഥ ശത്രു ആരാണ്, ആ ശത്രു എന്താണ് ആഗ്രഹിക്കുന്നത്, ആ ശത്രുവിനോട് യുദ്ധം ചെയ്യുമ്പോൾ ആ ശത്രുവിനുണ്ടാകുന്ന നേട്ടം എന്താണ് എന്ന കാര്യങ്ങൾ അസസ് ചെയ്യാൻ അദ്ദേഹത്തിന് വൈകിപ്പോയി. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം ഇനി ഒരു പൊളിറ്റിക്കൽ മൂവ്മെൻ്റായിട്ട് മുന്നോട്ട് പോവുകയാണെന്ന് തന്നെ ഇരിക്കട്ടെ. ഒരു പുതിയ പാർട്ടി ഉണ്ടാക്കാനുള്ള ജനങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ പാർട്ടി ഉണ്ടാക്കാൻ ശ്രമിക്കും. അതിനൊക്കെ എന്തുണ്ട്, അതിനൊക്കെ സാധ്യതകളുണ്ട്. ആ സാധ്യതകൾ എന്ന് പറഞ്ഞാൽ അതൊരു കേരളത്തിലെ UDF LDF തൊന്നത്തിനിടയ്ക്ക് ഒരു ആം ആദ്മി പാർട്ടി ലൈൻ എന്താണ് ഈ പറയുന്ന പൊളിറ്റിക്കൽ നെക്സസിനെതിരായിട്ടുള്ള ഒരു ജനകീയ മുന്നേറ്റം എന്ന് പറഞ്ഞ് എന്ത് മുദ്രാവാക്യം വിളിച്ചും കൊണ്ടുവരാം. പക്ഷെ അതിന് അൻവർ മാത്രം മതിയാകുമെന്നുള്ള ക്വസ്റ്റ്യൻ അദ്ദേഹത്തിൻ്റെ സമീപ ദിവസങ്ങളിലെ പ്രകടനം കൂടി കാണിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് പുതുതായിട്ടൊന്നും പറയാൻ കഴിയുന്നില്ല. ഇന്നലെ അദ്ദേഹം പ്രസംഗിച്ചതിൽ അദ്ദേഹം തൻ്റെ തറവാട്ട് മഹിമ, തനിക്ക് 100 കൊല്ലം പഴക്കമുള്ള തറവാട്,
അവരുടെ കുടുംബത്തിലെ മതനിരപേക്ഷത, ഈ അച്ഛനും പാപ്പയും സ്റ്റൈലിൽ ഈ മതനിരപേക്ഷത അദ്ദേഹത്തിന് നിരന്തരം തെളിയിക്കേണ്ടി വരികയാണ്. ഒന്നാലോചിച്ച് നോക്കുക, CPM അദ്ദേഹത്തെ എന്താക്കി കാണിക്കാൻ ആഗ്രഹിക്കുന്നു, അതിന് പകരം അദ്ദേഹം പറയുന്നത് എന്താണ്, ഞാൻ അങ്ങനെയല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തന്നെ ഒരു പരാജയമാണ്. അങ്ങനെയുള്ള ആരോപണങ്ങൾ എങ്ങനെയാണ് നേരിടേണ്ടത് എന്നുള്ളൊരു പൊളിറ്റിക്കൽ പക്വത അദ്ദേഹം ഇനി ആർജിക്കേണ്ടിയിരിക്കുന്നു. അതിന് വരും. ഒരുപക്ഷെ അദ്ദേഹം ഇറങ്ങിക്കളിക്കുമ്പോൾ അദ്ദേഹം പ്രവർത്തിക്കുമ്പോൾ ആ പക്വത അദ്ദേഹം ആർജിച്ചെടുക്കുമായിരിക്കും. പക്ഷേ ഇതുവരെയുള്ള അദ്ദേഹത്തിൻ്റെ പ്രകടനത്തിൽ ഇത്തരം ചില ലൂപ്പ് ഹോൾസ് ഉണ്ട്. ആ ലൂപ്പ് ഹോൾസ് യഥാർത്ഥത്തിൽ ഗുണകരമാവുന്നത് CPM-നാണെന്ന് കൂടി മനസ്സിലാക്കും. യെസ്, നിഷാദ്, ഓരോ ദിവസവും ഇങ്ങനെ മാധ്യമങ്ങൾക്ക് മുൻപാകെ വന്ന് പറഞ്ഞ് അൻവർ പറയുന്ന കാര്യങ്ങൾക്ക് പ്രസക്തി നഷ്ടപ്പെടുന്നുണ്ടോ എന്നെനിക്ക് തോന്നുന്നില്ല. ഒന്നാമത്തെ കാര്യം, അൻവർ എന്ത് ചെയ്യുന്നു, അൻവർ എവിടെ തുടങ്ങി, അൻവർ എവിടെ നിൽക്കുന്നു എന്ന് അൻവറിനെ മാത്രമായി ഫോക്കസ് ചെയ്ത് ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് കുറേയധികം പ്രശ്നങ്ങൾ തോന്നാം. ഞാൻ നേരത്തെയും പറഞ്ഞു, അൻവർ അദ്ദേഹത്തിൻ്റെ ദൗത്യം പൂർത്തിയാക്കി കഴിഞ്ഞു എന്നാണ് ഞാൻ ശരിയായി വിചാരിക്കുന്നത്. ഇനി അൻവർ എന്ന് പറഞ്ഞ വ്യക്തിക്ക് ഒരു പരിധിയിൽ കവിഞ്ഞ് CPIM-നകത്തൊന്നും ചെയ്യാനില്ല. കാരണം അദ്ദേഹം പുറത്താക്കപ്പെട്ട് കഴിഞ്ഞു, അല്ലെങ്കിൽ അദ്ദേഹം സ്വയം പുറത്തിറങ്ങിപ്പോയി. അത് സംഭവിച്ചു കഴിഞ്ഞ ഒന്നാണ്. എന്ന് മാത്രവുമല്ല, ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അൻവർ എടുക്കുന്ന സ്റ്റെപ്സ് ഒന്നും സ്ട്രാറ്റജിക് അല്ല എന്നത് വസ്തുതാപരമാണ്. അദ്ദേഹത്തിന് വേണ്ടത്ര ആസൂത്രണമില്ലാതെയാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. പലപ്പോഴും അദ്ദേഹത്തിൻ്റെ പ്രസ് മീറ്റുകൾക്ക് ഇപ്പോൾ ആൾക്കാർ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞ പോലെ ക്ലൈമാക്സ് അദ്ദേഹം ഇൻ്റർവെല്ലിൽ പ്ലേ ചെയ്ത് കഴിഞ്ഞു. അങ്ങനെയൊന്നും ആയില്ല അതിൻ്റെ ആസൂത്രണത്തിൽ. അതായത് ഏറ്റവും അവസാനത്തെ ഏറ്റവും വിവാദമായ വാർത്താ സമ്മേളനം അങ്ങനെ പ്ലാൻ ചെയ്യേണ്ട ഒന്നായിരുന്നില്ല. അതിൽ നിന്നൊക്കെ കയ്യിൽ നിന്ന് പോയതാണ്. ഇന്നലത്തെ പ്രസംഗത്തിലും അദ്ദേഹത്തിന് ഒരു കൃത്യമായ ഓർഡറൊന്നുമില്ല. പറഞ്ഞ കാര്യങ്ങളാണ് പറയുന്നത് വെച്ചാൽ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും പറയേണ്ടത് തന്നെയാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ യുദ്ധത്തിൻ്റെ അടിസ്ഥാന കോർ എന്ന് പറയുന്നത് ഈ ഇഷ്യൂസാണ്. ആ ഇഷ്യൂസ് പറഞ്ഞുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മുമ്പിലുള്ള വഴി. പക്ഷേ ആ പ്രസംഗത്തെ ഒന്ന് ഓർഡർ ചെയ്യുന്നതിൽ, കാര്യങ്ങൾ പറയുന്നതിൽ, നേരത്തെ അജിംസ് പറഞ്ഞ പോലെ ഞാൻ ഒരു മതനിരപേക്ഷവാദിയാണെന്നൊക്കെ സ്ഥാപിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ വളരെ സില്ലി ആയിട്ടുള്ള ചില ശ്രമങ്ങൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ലാത്തതാണ്. അൻവർ ഉന്നയിക്കുന്ന പ്രശ്നങ്ങളുടെ കോറും അതിപ്പോഴത്തെ സർക്കാരിനെ ബാധിച്ചിരിക്കുന്ന സംഘവിധേയത്വം പോലുള്ള കാര്യങ്ങളെക്കുറിച്ച് കേൾക്കാനാണ് ആൾക്കൂട്ടം വന്നിരിക്കുന്നത്. അത് കാണാനാണ് ലക്ഷക്കണക്കിന് ആളുകൾ TV-യിൽ അത് മണിക്കൂറുകൾ അത് ഹോൾഡ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും അൻവർ ഞാൻ ആരാണെന്ന് പറയാൻ ഒരുപാട് സമയമെടുക്കുന്ന കാര്യമില്ല. അദ്ദേഹം പറയേണ്ട കാര്യങ്ങൾ പറയാന്നുള്ളതാണ്. അപ്പം ഞാൻ പറഞ്ഞത് അൻവർ ചില കാര്യങ്ങൾ മുന്നോട്ട് വെച്ച് കഴിഞ്ഞു. ആ മുന്നോട്ട് വെച്ച കാര്യത്തിൽ സർക്കാർ എന്ത് ചെയ്യുന്നു, സർക്കാർ എന്ത് കടുംപിടുത്തം പിടിച്ചിരിക്കുന്നു എന്നതിനെയാണ് ആൾക്കാർ ഇട്ട് നോക്കുന്നത് എന്നത് കാണണം. ആ കോസ് എന്ന് പറയുന്ന സംഗതിയെ ജനം പിന്തുണയ്ക്കുന്നു എന്നതുകൊണ്ടും അതിനകത്ത് ആൾക്കാർ സീരിയസ് ആയി ഇൻവോൾവ് ആയതുകൊണ്ടുമാണ് നമ്മൾ ഇന്നലെ എത്രയധികം വലിയ വ്യൂവർഷിപ്പ് കണ്ടത്, ഇത്രയും വലിയ ജനക്കൂട്ടത്തെ അവിടെ കണ്ടത്. അതൊരു സൊസൈറ്റി, ഒരു ആൾക്കൂട്ടം, ഒരു ജനത വളരെ സീരിയസ് ആയിട്ടുള്ളൊരു മാറ്ററായി എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അൻവർ എന്ന് പറയുന്ന വ്യക്തിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് ഇനി ഒരുപാട് ചർച്ച നടത്താം. അൻവർ പരിഹാസ്യനായോ, അൻവർ പറയുന്ന കുഴിമന്തിയും ഫ്രൈഡ് ഐസ്ക്രീമിനെ കുറിച്ചൊക്കെ അതിലൊന്നും ഒരു കാര്യമില്ല. ഞാൻ പറഞ്ഞത് സംഗതി പുറത്തു വന്നു കഴിഞ്ഞിട്ടുണ്ട്. അതിന്മേൽ എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്ന ചോദ്യം സർക്കാരിന് മുൻപിൽ വളരെ സീരിയസ് ആയി ഉയർന്നു നിൽക്കും. അപ്പോൾ ഗവൺമെൻറ് ഇപ്പോൾ ചെയ്യുന്ന എന്താണ്? നേരത്തെ പറഞ്ഞ പോലെ അൻവർ തീവ്രവാദികളുടെ ആളുകളാണ്, അൻവർ കള്ളക്കടത്തിൻ്റെ ആളുകളാണ്, അൻവർ നിരന്തരമായി സ്വന്തം മതം പറഞ്ഞുകൊണ്ട് ഒരു മതവർഗീയവാദിയായി ചുരുങ്ങുകയാണ് എന്നൊക്കെ പറഞ്ഞ് അൻവറിനെ ആക്രമിച്ചാൽ അതുകൊണ്ട് നമുക്ക് ഫലമുണ്ടാകും എന്നവർ വിചാരിക്കുന്നുണ്ട് എങ്കിൽ നമുക്ക് ആത്യന്തികമായി മനസ്സിലാക്കേണ്ട കാര്യം, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് CPIM-ൻ്റെ മുമ്പിലേക്ക് ചില പ്രത്യേകമായ ഗുണപാഠങ്ങൾ എടുത്തു വയ്ക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, അതായത് പാർട്ടിയുടെ അടിസ്ഥാന വോട്ടുകൾ നഷ്ടപ്പെട്ടു പോവുകയാണെന്നും അവ പോകുന്നത് ഇനി തിരിച്ചു വരാനൊരു സാധ്യതയുമില്ലാത്ത, എന്ന് വെച്ചാൽ നരേന്ദ്രമോദിക്കും താമരയ്ക്കും ആ പാർട്ടിക്കും വോട്ട് ചെയ്ത് ശീലമായാൽ മടങ്ങി വരാൻ കഴിയാത്ത വിധം ഉള്ള ഒരു പോക്ക് പോവുകയാണ് എന്ന ചില സൂചനകൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഈ പാർട്ടിക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ യുദ്ധത്തിൽ വേണമെങ്കിൽ അൻവറിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഒരു അടിയടിച്ച് വേണമെങ്കിൽ ഒരു പോളറൈസേഷൻ ഉണ്ടാക്കുകയോ അതുവഴി വേണമെങ്കിൽ താൽക്കാലിക നേട്ടം ഉണ്ടാക്കുകയോ ചെയ്യാൻ കഴിയുമെങ്കിലും, പക്ഷേ എനിക്ക് ശേഷം പ്രളയമാണ് എന്ന് തീരുമാനിച്ചുകൊണ്ടേ അത് ചെയ്യാൻ പറ്റുള്ളൂ. അതിനപ്പുറത്തേക്കൊരു ദീർഘദൂര ആലോചന നടത്തിക്കൊണ്ട് അങ്ങനെ ഒരു പണിയെടുക്കാൻ കഴിയില്ല. ആത്യന്തികമായി ഈ സംഘ് എന്ന് പറയുന്ന സംവിധാനം പ്രവർത്തിക്കുന്നുണ്ടെന്നൊരു യാഥാർത്ഥ്യമാണ്. അതൊക്കെ പിണറായി വിജയൻ അറിയാമോ ഇല്ലയോ? ഇപ്പം നേരത്തെ അജിംസ് പറഞ്ഞ പോലെ, അതായത് നോക്കൂ, ഇത് തീവ്രവാദികളാണ്, ഇത് കള്ളക്കടത്തുകാരാണ്, മലപ്പുറംകാരാണ് എന്നൊക്കെ പറഞ്ഞാൽ താൽക്കാലിക നേട്ടം കിട്ടും. പക്ഷേ സംഘം പണിയെടുക്കുന്നത് CPM-ന് താൽക്കാലികവും ദീർഘദൂരവുമായ നേട്ടം ഉണ്ടാക്കി കൊടുക്കാനാണോ? ഒരിക്കലുമല്ല. ആത്യന്തികമായി CPM എന്ന് പറയുന്ന ഏറ്റവും കൂടുതൽ മെജോറിറ്റി ഓഫ് ഹിന്ദുസ് അണിനിരന്നിരിക്കുന്ന ഒരു പാർട്ടിയുടെ പണി തീർക്കുക എന്ന പദ്ധതിയിലാണ് സംഘം അകത്ത് പ്രവർത്തിക്കുന്നത്. അതതിനെ വീഴ്ത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ എടുക്കുന്നതിലും സ്ട്രാറ്റജി കൊണ്ട് CPM-ന് ഗുണമാണ് ഉണ്ടാവുക. അൻവർ തോറ്റുപോയല്ലോ എന്ന് കരുതുന്നതിൽ സത്യത്തിൽ ഒരു കഥയുമില്ല. ആത്യന്തികമായി CPM-ൻ്റെ കുഴപ്പം ആ പാർട്ടിക്ക് ശരിയാവേണ്ട മനസ്സിലായിട്ടുണ്ട് എന്നതുകൊണ്ടാണ് ഇപ്പോഴും ഗോവിന്ദ മാഷിൻ്റെ ചോദ്യങ്ങളോട് പലപ്പോഴും വളരെ പലതരത്തിലുള്ള വ്യത്യസ്ത സ്വഭാവമുള്ള മറുപടികൾ പറയേണ്ടി വരുന്നത്. കാരണം നമ്മുടെ പാർട്ടി നമ്മുടെ കയ്യിലല്ല എന്ന്, അടിസ്ഥാന ജനവിഭാഗം നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോയിക്കൊണ്ടിരിക്കുകയാണെന്ന്, അവർക്ക് വേണ്ടി നമുക്കൊരു ഓഫീസിൽ കയറി ഒരു ശുപാർശ ചെയ്യാൻ കഴിയുന്നില്ല എന്ന്, ആ പാർട്ടിയുടെ കൂടെ നിന്നിട്ട് കാര്യമില്ല എന്ന് താഴെ തട്ടിലെ ജനങ്ങൾ വിചാരിക്കുന്നു എന്ന പ്രശ്നം സീരിയസ് ആണ്.
CPM-നെ പോലൊരു പാർട്ടി കാലൂന്നി നിൽക്കുന്നത് ഏറ്റവും താഴെത്തട്ടിലെ മനുഷ്യരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ആ പാർട്ടിയുടെ കൂടെ നിന്നാൽ ഒരു വില്ലേജ് ഓഫീസിലോ പോലീസ് സ്റ്റേഷനിലോ പോസ്റ്റ് ഓഫീസിലോ ഒരു കാര്യവും നടക്കുന്നില്ല എന്ന നിരാശ ജനങ്ങളെ ബാധിക്കുകയും അവർ വിട്ടുപോവുകയും അവർക്ക് വേണ്ടി സംസാരിക്കാൻ BJP-യുടെ പ്രാദേശിക നേതാക്കൾ രംഗത്ത് വരികയും അവർ കയറി വരുമ്പോൾ പോലീസ് സ്റ്റേഷനിലെ ആളുകൾ വിധേയത്വത്തോടെ എല്ലാം ചെയ്തു കൊടുക്കുകയും ചെയ്യുന്ന ഒരു സിനാരിയോ താഴെ രൂപപ്പെട്ടിട്ടുണ്ട്. അത് ഈ രാഷ്ട്രീയ വിവാദങ്ങളെ തൻ്റെ തന്ത്ര മികവ് കൊണ്ട് കൈകാര്യം ചെയ്താൽ പരിഹരിക്കാൻ കഴിയുന്ന ഒരു പ്രശ്നമല്ല എന്ന് CPM-ന് മനസ്സിലായിട്ടുണ്ടാവും. അത് CPI-ക്ക് നന്നായി മനസ്സിലായതുകൊണ്ടാണ് ADGP വെച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. കേരളത്തിൻ്റെ ഡെമോഗ്രഫി നിങ്ങൾ മൊത്തം നോക്കിയാൽ ഒരു പ്രത്യേക വിഭാഗത്തെ മൊത്തം അവിശ്വാസത്തിൻ്റെ നിരയിലേക്ക് തള്ളി നീക്കിക്കൊണ്ട് എത്ര ദൂരം മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയും? എല്ലാത്തിനകത്തും വോട്ടവകാശവുമായി നിൽക്കുന്ന നിരവധിയായ പാർട്ടികളുണ്ട്. അപ്പോൾ ഒരു പ്രത്യേക വിഭാഗത്തെ പൂർണ്ണമായും അവിശ്വാസത്തിലേക്ക് മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു സ്ട്രാറ്റജി എടുത്താൽ എനിക്ക് തോന്നുന്നില്ല ഇത് CPM-നെ സംബന്ധിച്ച് അവർക്ക് എന്തുമാത്രം ഗുണപരമാണ്. ശരിയാണ്, അവരിപ്പോൾ ഇലക്ട്രൽ പൊളിറ്റിക്സിനകത്തെ ചില സാധ്യതകളെയൊക്കെ പയറ്റുകയാണ്. അതിനപ്പുറത്തേക്ക് അൻവർ ഉന്നയിച്ച പ്രശ്നം CPM-ന്റെ സംസ്ഥാന കമ്മിറ്റിക്കോ CPM-ന്റെ സെക്രട്ടേറിയറ്റിനോ CPM-ന്റെ കേന്ദ്ര കമ്മിറ്റിക്കോ PBക്കോ ഒന്നും കഴിഞ്ഞ 8 വർഷമായി മുന്നോട്ട് വെക്കാൻ കഴിയാതിരുന്ന പ്രശ്നമാണ്. അൻവറിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രി അത് കൺവിൻസ് ചെയ്യാന്നുള്ളത് സാധ്യമായ കാര്യമായിരുന്നില്ല. അവസാനത്തെ പ്രയോഗമാണ് അയാൾ നടത്തിയത്, തുറന്ന വാർത്താ സമ്മേളനം. അത് അവിടെ വരെ ഓക്കെ ആയിരുന്നു. ആ വാർത്താ സമ്മേളനത്തിൻ്റെ ശൈലി മാറിയതാണ് അത് പരാജയപ്പെട്ടു പോയത്. അതർവൈസ് ഇത് ഉന്നയിക്കപ്പെടുകയില്ല. ഉന്നയിച്ച ഒരു പ്രശ്നത്തെ എങ്ങനെയാണ് പിണറായി വിജയൻ ഇല്ലാതാക്കുന്നത് കണ്ടോ? അപ്പോൾ ഉന്നയിച്ച പ്രശ്നം മെറിറ്റുണ്ടായതാണ് എന്ന് മനസ്സിലാക്കിയിട്ടും അതിനെ തൊടാൻ കഴിയാത്ത വിധം പാർട്ടി അധൈര്യപ്പെട്ട് നിൽക്കുന്നത് കണ്ടോ? ആ പാർട്ടി ഈ വിഷയം ആരെങ്കിലും ഉന്നയിച്ചില്ലായിരുന്നു തൊടുമോ? കഴിഞ്ഞ 3 മാസമായി ഞങ്ങളിത് മുഴുവൻ പരിശോധിക്കുകയാണ് എന്ന വാർത്താ സമ്മേളനം പൂർത്തിയാക്കിയിട്ട് എന്തെങ്കിലും ആ പാർട്ടി ചെയ്യുന്ന കണ്ടുണ്ടോ? ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതിൻ്റെ പിറ്റേന്ന് നടത്തിയിട്ടുള്ള വിശകലന യോഗങ്ങളിൽ മൊത്തം ഞങ്ങൾ പരിഹരിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. പരിഹരിക്കാനുള്ള എന്തെങ്കിലും ഒരു പണി നടക്കുന്ന കാണുന്നുണ്ടോ? അതിന് പറ്റില്ല. കാരണം പിണറായി വിജയൻ ഭരിക്കുന്നു, നമ്മളതിന് കണ്ടുനിൽക്കുന്നു, നമ്മളതിൻ്റെ പിന്നാലെ നടക്കുന്ന സിസ്റ്റമായിട്ട് അത് മാറിയിട്ടുണ്ട്. അതിനകത്തൊരു ഇളക്കം ഉണ്ടാക്കാൻ അൻവറിന് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അൻവർ എന്ന വ്യക്തിയുടെ പ്രസക്തി അവസാനിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. വിഷയം അവിടെ നിൽപ്പുണ്ട്. അത് ഏറ്റെടുക്കാൻ ഈ നാട്ടിൽ മനുഷ്യരുണ്ട് എന്നാണ് ഇന്നലെ കണ്ട ആൾക്കൂട്ടം. അത് നമ്മൾ ഏറ്റെടുത്തില്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാവുമെന്ന് പറയുന്നു ബിനോയ് വിശ്വത്തെയും RJDയും പോലുള്ള പാർട്ടികൾ. അതിൽ തൊടാതെ ആ പാർട്ടിക്ക് പോകാൻ പറ്റില്ല എന്ന് ഞാൻ ഉറപ്പിച്ച് വിശ്വസിക്കുകയാണ്. യെസ്, ഇന്നലെ നിലമ്പൂരിൽ പരിപാടിക്കെത്തിയ അല്ലെങ്കിൽ അൻവറിനെ കേൾക്കാനെത്തിയ പലരും പ്രതികരിച്ചതും അങ്ങനെ തന്നെയായിരുന്നു. അൻവർ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ ചിലതൊക്കെ കാര്യങ്ങളാണ്, അത് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്, വസ്തുതയാണ് എന്ന് പലരും പ്രതികരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് ഇനി കൂടുതലായി അൻവറിന് പറയാനുള്ളത് എന്ന് കേൾക്കാൻ വേണ്ടി തന്നെയാണ് ഇന്നലെ പലരും അവിടേക്ക് എത്തിയത്. അപ്പോൾ അങ്ങനെയൊരു ചിന്ത, അങ്ങനെയൊരു തോട്ട് ജനങ്ങളുടെ ഉള്ളിൽ പാകാൻ അൻവറിന് കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് വിജയം.